വോട്ടെടുപ്പിൻ്റെ അന്ന് രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും കേരളം ആര് ഭരിക്കുമെന്ന് തീരുമാനിച്ചുറപ്പിച്ച മട്ടിലാണ് ചിലരുടെ പോക്ക്. വോട്ടെടുപ്പ് കഴിഞ്ഞ ബാലറ്റ് പട്ടികൾ സ്ട്രോങ് റൂമുകളിൽ സീൽ ചെയ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെ UDF ക്യാമ്പുകളിൽ ഒരു വല്ലാത്ത ആവേശമാണ്. ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് രാവിലെ മുതൽ തന്നെ തങ്ങൾ വിജയിച്ചു കഴിഞ്ഞു എന്ന പ്രഖ്യാപനമാണ് UDF നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ മുഖത്ത് എന്തെന്നില്ലാത്ത ആത്മവിശ്വാസം. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്നു, UDFന് 100 സീറ്റിന് മുകളിൽ കിട്ടും, ഇനി ആർക്കും വനവാസത്തിന് പോകേണ്ടി വരില്ല എന്ന്. അവിടെ കൊണ്ടും തീർന്നില്ല. സണ്ണി ജോസഫ് ഒരു പടി കൂടി കടന്ന് വയനാട്ടിൽ വീട് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ്. വീട് ചിലപ്പോൾ ഞങ്ങൾ വയ്ക്കുമ്പോൾ നിങ്ങളെയൊക്കെ വിളിക്കാമെന്ന മട്ടിലുള്ള പരസ്യമായ വെല്ലുവിളികൾ. ഈ അമിത ആത്മവിശ്വാസത്തിന് പിന്നിലെ രഹസ്യമെന്താണ്? എവിടുന്നാണ് ഇവർക്ക് ഈ കണക്കുകൾ കിട്ടുന്നത്? വോട്ടെണ്ണൽ മെയ് 4 വരെ കാത്തിരിക്കാനുള്ള ക്ഷമ പോലുമില്ലാതെ ഇവർ ഇങ്ങനെ തുള്ളിച്ചാടാൻ മാത്രം എന്ത് അത്ഭുതമാണ് ഇവിടെ സംഭവിച്ചത്? സത്യത്തിൽ UDFന് ഭരണം കിട്ടിയോ? അത് കൃത്യമായി അറിയണമെങ്കിൽ മെയ് 4 വരെ കാത്തിരുന്നേ മതിയാകൂ. പക്ഷേ അതിനുള്ള ക്ഷമ അവർക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. വോട്ടിംഗ് ശതമാനം കൂടിയാൽ അത് തങ്ങൾക്ക് അനുകൂലമാണെന്ന ഒരു വലിയ തെറ്റിദ്ധാരണ കാലാകാലങ്ങളായി കേരളത്തിൽ ചിലർ വച്ചു പുലർത്തുന്നുണ്ട്. പോളിംഗ് ശതമാനം വർദ്ധിച്ചത് കണ്ടിട്ട് ഭരണവിരുദ്ധ വികാരമാണെന്നും അത് മുഴുവൻ തങ്ങളുടെ പെട്ടിയിലാണ് വീണതെന്നും UDF വിശ്വസിക്കുന്നു. എന്നാൽ മാധ്യമപ്രവർത്തകയായ മാധു സജി വളരെ കൃത്യമായി ഈ പൊള്ളത്തരത്തെ പൊളിച്ചടുക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയുടെ മാത്രം കണക്കെടുത്താൽ മതി ഈ വാദം പൊളിയാൻ. കോഴിക്കോട് ജില്ലയിൽ ഇത്തവണത്തെ പോളിംഗ് 81%. ഇത് കണ്ടിട്ടാണ് UDF കോഴിക്കോട് ഏകപക്ഷീയമായ വിജയം നേടുമെന്ന് അവകാശപ്പെടുന്നത്. എന്നാൽ ചരിത്രം എന്താണ് പറയുന്നത്? 2011-ലും 2016-ലും 2021-ലും കോഴിക്കോട് പോളിംഗ് 80%-ന് മുകളിലായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 2016-ൽ 81.89% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോഴാണ് LDF അവിടെ വൻ വിജയം നേടിയത്, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത്. പോളിംഗ് ശതമാനം കൂടിയാൽ ഭരണമാറ്റം ഉണ്ടാകുമെന്നത് വെറും മിഥ്യാധാരണ മാത്രമാണ്. ജനങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് LDFനും UDFനും ഒരുപോലെ ലഭിക്കും. കണക്കുകൾ ഒരിക്കലും കള്ളം പറയില്ല. ഇനി UDFൻ്റെ 100 സീറ്റ് എന്ന മോഹത്തിലേക്ക് വരാം. നിലവിൽ 42 സീറ്റുള്ള UDFന് കേവല ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ, അതായത് 71 സീറ്റിലെത്തണമെങ്കിൽ 29 സീറ്റുകൾ കൂടി അധികമായി പിടിച്ചെടുക്കണം. ഇനി അവർ അവകാശപ്പെടുന്നത് പോലെ 100 സീറ്റിലെത്തണമെങ്കിലോ 58 സീറ്റുകൾ അധികമായി നേടണം. കേരളത്തെ അപ്പാടെ മാറ്റിയെഴുതുന്ന ഒരു വലിയ രാഷ്ട്രീയ ചുഴലിക്കാറ്റ് വീശിയടിച്ചാൽ മാത്രമേ ഇത് സാധ്യമാകൂ. വെറുമൊരു ഭരണവിരുദ്ധ വികാരം കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല ഇത്. അടിത്തട്ടിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റ് രൂപപ്പെട്ടിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യബോധമുള്ള ആരും പറയുക. പ്രതിപക്ഷ നേതാവാകുമ്പോൾ ചില പരിമിതികളുണ്ട്. ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടനെ ഞങ്ങൾ തോൽക്കുമെന്നോ കഷ്ടിച്ച് 72 സീറ്റ് കിട്ടുമെന്നോ പറയാൻ കഴിയില്ല. അതുകൊണ്ട് അണികൾക്ക് ആവേശം നൽകാൻ 100 അല്ല 200 സീറ്റ് കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം. അത് രാഷ്ട്രീയ പ്രഹസനം മാത്രമാണ്. മലബാർ മേഖലയിൽ ഇത്തവണ കണ്ട ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിന് പിന്നിലും UDF കരുതുന്ന കാരണങ്ങളല്ല ഉള്ളത്. പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയൊരു അരക്ഷിതാവസ്ഥ ഇത്തവണ ഉണ്ടായിരുന്നു. വോട്ട് ചെയ്തില്ലെങ്കിൽ നാളെ വോട്ടർ പട്ടികയിൽ തങ്ങളുടെ പേര് ഉൾപ്പെടുമോ എന്ന ഭയം അവരെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ വോട്ട് ചെയ്യാൻ മെനക്കെടാത്തവർ പോലും ഇത്തവണ രേഖകൾ ഭദ്രമാക്കാൻ വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ വോട്ടുകൾ തങ്ങൾക്കുള്ളതാണെന്ന് UDF കരുതുന്നുണ്ടെങ്കിൽ അത് അവരുടെ മറ്റൊരു മണ്ടത്തരമാണ്. അതുപോലെ കേരളത്തിൻ്റെ മതേതര സ്വഭാവത്തിന് പോറലേൽപ്പിക്കുന്ന തരത്തിൽ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവർ രാഷ്ട്രീയ നേതാക്കൾക്ക് യോഗ്യതാ സർട്ടിഫിക്കറ്റ് നൽകുന്നതും വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. VD സതീശൻ യോഗ്യനാണെന്നും പിണറായി വിജയൻ ഭക്തരാണെന്നുമൊക്കെയുള്ള സർട്ടിഫിക്കറ്റുകൾ ആർക്കാണ് ഗുണം ചെയ്യുക എന്നത് കണ്ടറിയണം. ചുരുക്കത്തിൽ തിരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമാണ്. വളരെ ചെറിയ മാർജിനിലാകും വിജയപരാജയങ്ങൾ നിർണ്ണയിക്കപ്പെടുക. ഭരണ തുടർച്ചയ്ക്കോ ഭരണമാറ്റത്തിനോ ഉള്ള സാധ്യതകൾ ഒരുപോലെയാണോ എന്ന് ചോദിച്ചാൽ ഭരിക്കുന്നത് LDF ആണെന്ന് മാത്രമേ പറയാനുള്ളൂ. പ്രതിപക്ഷത്തിരിക്കുന്നവരെക്കാൾ ഭരിക്കുന്നവർ ശക്തരായിരിക്കും, അതും 2 തവണ തുടർച്ചയായി ഭരിക്കുന്നവർ. പക്ഷേ ഇതൊന്നും UDF നേതാക്കളുടെ ആത്മവിശ്വാസത്തെ ബാധിച്ചിട്ടില്ല. സതീശനും സണ്ണി ജോസഫും മുതൽ AK ആന്റണി വരെയുള്ളവർ ഭരണം കിട്ടിയെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. സത്യത്തിൽ ഇതിന് പിന്നിലെ കാരണം എന്താണ്? അതിലേക്ക് വെളിച്ചം വീശുന്ന ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഏപ്രിൽ 7-ാം തീയതി, അതായത് കൊട്ടിക്കലാശം നടന്ന ദിവസം വൈകുന്നേരം UDFിൻ്റെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്ന പ്രശസ്ത സ്ട്രാറ്റജിസ്റ്റ്
സുനിൽ കനകോലു KPCC നേതൃത്വത്തിന് ഒരു റിപ്പോർട്ട് നൽകി. ഈ റിപ്പോർട്ടാണ് UDFിൻ്റെ ഈ അമിതാവേശത്തിന് പിന്നിലെ പ്രധാന കാരണം. വോട്ടെടുപ്പിന് ശേഷം UDFിന് 72 മുതൽ 85 വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് ഈ റിപ്പോർട്ടിലെ പ്രവചനം. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 71 സീറ്റുകളാണെന്നിരിക്കെ 72 മുതൽ 85 വരെ സീറ്റുകൾ കിട്ടുമെന്ന് തങ്ങളുടെ തന്നെ സ്ട്രാറ്റജിസ്റ്റ് പറഞ്ഞാൽ പിന്നെ അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് സന്തോഷം വരാതിരിക്കുക? ഈ റിപ്പോർട്ട് കിട്ടിയ നിമിഷം മുതലാണ് UDF ക്യാമ്പിൽ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു തുടങ്ങിയത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ ടീമിൽ കോൺഗ്രസ് പാർട്ടിക്കാരോ UDF നേതാക്കളോ ആരുമില്ല. തികച്ചും പ്രൊഫഷണലുകളായ പുറത്തു നിന്നുള്ള ആളുകളെ മാത്രം വച്ചാണ് സുനിൽ കനകോലു ഈ ഡാറ്റ ശേഖരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് കോൺഗ്രസിനെ സുഖിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതല്ലെന്നും ഇതിൽ സത്യമുണ്ടെന്നും നേതാക്കൾ വിശ്വസിക്കുന്നു. എന്നാൽ ആവേശത്തിമിർപ്പിൽ UDF നേതാക്കൾ കാണാതെ പോയ അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിച്ച വളരെ നിർണായകമായ ഒരു അബദ്ധം ഈ റിപ്പോർട്ടിലുണ്ട്. വലിയൊരു കെണി. സുനിൽ കനകോലു ഏപ്രിൽ 7 സമർപ്പിച്ച ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഏത് വരെയുള്ള വിവരങ്ങൾ വച്ചാണെന്നറിയാമോ? മാർച്ച് 30 വരെയുള്ള ഡാറ്റകൾ മാത്രം അടിസ്ഥാനമാക്കി. അതായത് ഏപ്രിൽ 1-നും ഏപ്രിൽ 7-നും ഇടയിൽ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ച ഏതൊന്നും തന്നെ ഈ റിപ്പോർട്ടിൽ പ്രതിഫലിച്ചിട്ടില്ല. കൊട്ടിക്കലാശത്തിന് തൊട്ടുമുമ്പുള്ള ആ നിർണായകമായ ഒരാഴ്ചക്കാലം ഈ റിപ്പോർട്ട് പൂർണ്ണമായും ഇരുട്ടിലാണ്. അവിടെയാണ് UDFിൻ്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റാൻ പോകുന്നത്. മാർച്ച് 30-ന് ശേഷം ഏപ്രിൽ 1-നും 7-നും ഇടയിൽ എന്താണ് കേരളത്തിൽ സംഭവിച്ചത്? UDFിൻ്റെ അടിത്തറ തോണ്ടിയ, അവരുടെ സകല പ്രതീക്ഷകളെയും തകിടം മറിച്ച വയനാട് ദുരിതാശ്വാസ ഫണ്ട് വിവാദം കത്തിപ്പടർന്നത് ഈ ദിവസങ്ങളിലാണ്. LDF നേതാക്കളായ നികേഷ് കുമാറും സ്വരാജും ചേർന്ന് പുറത്തു കൊണ്ടുവന്ന ആ വമ്പൻ അഴിമതി ആരോപണം UDFിനെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുകുലുക്കി. കോടിക്കണക്കിന് രൂപ UDF വയനാടിൻ്റെ പേരിൽ പിടിച്ചെടുത്തെന്നും അത് വകമാറ്റി ചെലവഴിച്ചെന്നുമുള്ള വ്യക്തമായ ആരോപണങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായി. ഈ ഒരു വിഷയം UDFിനുണ്ടാക്കിയ ഡാമേജ് ചെറുതല്ല. ഇതിനെ പ്രതിരോധിക്കാൻ വ്യക്തമായ മറുപടിയില്ലാതെ UDF വിയർത്തു. ഒടുവിൽ ഗതികെട്ട് LDFിനെതിരെ പോറ്റിയെ കേറ്റിയെ എന്നൊക്കെയുള്ള പാരഡി ഗാനങ്ങൾ ഇറക്കി പിടിച്ചു നിൽക്കാനാണ് അവർ ശ്രമിച്ചത്. കുവൈറ്റിലെ LDF അനുകൂലികളായ പ്രവാസികൾ തയ്യാറാക്കിയ പാട്ടുകൾ വൻ ഹിറ്റായപ്പോൾ പോറ്റിയെ കേറ്റിയെ ഗാനമൊക്കെ പതുക്കെ വിസ്മൃതിയിലേക്ക് മറഞ്ഞു. വയനാട് ഫണ്ട് വിവാദം UDFിനെ ഏൽപ്പിച്ച ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് അളക്കാൻ സുനിൽ കനകോലുവിൻ്റെ ടീമിന് കഴിഞ്ഞിട്ടില്ല. കാരണം അവരുടെ ഡാറ്റ കളക്ഷൻ മാർച്ച് 30-ന് അവസാനിച്ചിരുന്നു. തിരഞ്ഞെടുപ്പിൻ്റെ വിധി നിർണ്ണയിക്കുന്ന അവസാന ദിവസങ്ങളിലെ ജനവികാരം ഈ റിപ്പോർട്ടിലില്ല. എന്നിട്ടും ആ പഴയ റിപ്പോർട്ടും കെട്ടിപ്പിടിച്ച് 85 സീറ്റ് കിട്ടുമെന്നും പറഞ്ഞ് ഞെളിയുകയാണ് UDF നേതാക്കൾ. ഇത് വെറുമൊരു കുമിളയാണ്. യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അമിത ആത്മവിശ്വാസത്തിൻ്റെ കുമിള. വോട്ടിംഗ് ശതമാനം കൂടിയാൽ ജയിക്കുമെന്ന പഴയ പല്ലവിയും പൂർണ്ണമല്ലാത്ത ഒരു റിപ്പോർട്ടും വച്ചുകൊണ്ട് ഭരണം സ്വപ്നം കാണുന്നവർക്ക് മെയ് 4-ന് വലിയൊരു തിരിച്ചടിയെ കാത്തിരിക്കുന്നുണ്ട്. ജനങ്ങളുടെ മനസ്സിലിപ്പം മനസ്സിലാക്കാൻ പ്രൊഫഷണൽ ഏജൻസികൾക്ക് കഴിഞ്ഞേക്കാം. പക്ഷേ രാഷ്ട്രീയത്തിലെ അടിയൊഴുക്കുകളെയും അവസാന നിമിഷത്തെ മാറ്റങ്ങളെയും പ്രവചിക്കാൻ ഒരു സ്ട്രാറ്റജിസ്റ്റിനും കഴിയില്ല. UDFിൻ്റെ ഈ ആഘോഷങ്ങൾക്കും വെല്ലുവിളികൾക്കും ആയുസ് കുറവാണ്. കാരണം സത്യമുറങ്ങുന്ന ബാലറ്റ് പെട്ടികൾ തുറക്കുമ്പോൾ ഈ അവകാശവാദങ്ങളൊക്കെ ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിയാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാത്തിരുന്ന് കാണാം മെയ് 4-ലെ ആ വലിയ രാഷ്ട്രീയ അട്ടിമറിക്കായി.